ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ക്രിസ്റ്റലുകളെ കുറിച്ചാണ്. മൊബൈൽ ഫോണിൽ എത്ര തരം ക്രിസ്റ്റലുകളാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ ധർമ്മങ്ങൾ, പിന്നെ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, മൊബൈലിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസുകൾ, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, കോയിലുകൾ, ഇതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ധർമ്മമെന്ന് ഞാൻ മുമ്പ് കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നേരെ ചാനലിൽ ചെന്ന് പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ആ വീഡിയോ ഒക്കെ കാണുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പറയാനുള്ളത് ക്രിസ്റ്റലിനെ കുറിച്ചാണ്. ക്രിസ്റ്റൽ രണ്ട് തരത്തിലുള്ളതാണ് ഉള്ളത്. ഒന്ന് RTC ക്രിസ്റ്റലും, പിന്നെ ഉള്ളത് ഓസിലേറ്റർ ക്രിസ്റ്റലും. ഇതിൽ ഈ RTC ക്രിസ്റ്റൽ എന്ന് പറയുന്ന ക്രിസ്റ്റലാണ് നമ്മുടെ ടൈം, ഡേറ്റ് ഒക്കെ നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ക്രിസ്റ്റൽ എന്നാണ്. ഇത് ഓസിലേറ്റർ ക്രിസ്റ്റൽ, ഇത് ബൂസ്റ്റ് ചെയ്യുന്ന ക്രിസ്റ്റലാണ്. ഇത് ബൂസ്റ്റിംഗ് ആണ് ഇതിൻ്റെ പ്രധാന പരിപാടി. ഈ ക്രിസ്റ്റലിൻ്റെ സിമ്പൽ ഏതാണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെ ആണ് നടുക്കൊരു കട്ട. ഇങ്ങനെ സർവീസ് ഡയഗ്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലാണ് എന്ന് വിചാരിച്ചോണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എഴുതിയേക്കുന്ന നമ്മൾ ബോർഡിൽ അല്ലെ സർവീസ് ഡയഗ്രത്തിൽ എവിടെയെങ്കിലും B അല്ലെങ്കിൽ G, X, Y, Z ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം ഇതൊരു ക്രിസ്റ്റലാണ്. ഇതിൻ്റെ യൂണിറ്റുകൾ ഹെഡ്സാണ്. ഹെഡ്സ്, പിന്നെ കിലോ ഹെഡ്സ്, മെഗാ ഹെഡ്സ്, പിന്നെ ജിഗാ ഹെഡ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റുകൾ. ക്രിസ്റ്റലുകൾ സാധാരണ ഇങ്ങനെ 4 ലെഗുള്ളത് ക്രിസ്റ്റലുകളാണ് സാധാരണ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം, ഇതിൽ മൂലയിലുള്ള 2 എണ്ണം ഗ്രൗണ്ട് ആയിരിക്കും. സാധാരണ എല്ലാത്തിലും ആയിരിക്കില്ല കേട്ടോ. ഇത് 2 എണ്ണം ഇതിൻ്റെ ലൈനും ആയിരിക്കും. ഈ സാധനം ശരിക്കും നമുക്ക് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ, ഇത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ CRO എന്ന് പറയുന്നൊരു മെഷീനുണ്ട്. അതിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. CRO ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഈ സാധനം SMD ആയിരിക്കും, അതായത് ബോർഡിൽ ഫിക്സ് ചെയ്തേക്കുന്ന സാധനമായിരിക്കും. നിങ്ങൾക്കിത് കാണാം, ഈ ബോർഡിൽ കാണാം. ഇവിടെ ഇതാണ് ബോർഡിൽ ഫിക്സ് ചെയ്തേക്കുന്നതാണ്. ഇത് 4 ലെഗുള്ളതാണ്. ഇത് കൂടാതെ 6 ലെഗുള്ളതുണ്ട്. അതിൽ ഇങ്ങനെയാണെന്നൊരു ഇവിടെ 2 ലെഗുകൾ, നടുക്ക് 2 ലെഗുകൾ, ഈ മൂല 2 ലെഗുകൾ, ഇങ്ങനെയുള്ള ക്രിസ്റ്റലുകളുണ്ട്. ഇതെന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂട്ട് 2 എണ്ണം കൂട്ടി യോജിപ്പിച്ചേക്കുന്ന ക്രിസ്റ്റലാണ്. പിന്നെ ഇത് സാധാരണ ഇതിൻ്റെ മുകളിൽ ഒരു സിൽവർ കളർ ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് ക്രിസ്റ്റലുകൾ നമ്മുടെ ICയുടെ മുകളിലുള്ള പോലെ കറുത്ത ഫൈബർ പോലത്തെ ആ മെറ്റീരിയൽ വെച്ചും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയായിരിക്കും മുകളിലത്തെ ഇത് കൂട്ട്. പിന്നെ ഇത് ഈ ക്രിസ്റ്റലിന് ഇതിൻ്റെ തൊട്ടടുത്ത്, ഇപ്പോൾ ഈ ക്രിസ്റ്റൽ കണ്ടോ, ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. ഇച്ചിരി വലിപ്പം ഉണ്ടാകും. ആ കപ്പാസിറ്ററിലാണ് ഇതിനുള്ള വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. ഇത് പവർ IC എന്നാണ് വരുന്നത്. ഇത് 2.8 വോൾട്ടാണ് വരേണ്ടത്. ഒരു കപ്പാസിറ്റർ ഉണ്ടാകും. സാധാരണ മിക്കവാറും സെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിലേക്കാണ് വരുന്നത്. അത് ആ വോൾട്ടേജ് ഇല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽ വർക്ക് ചെയ്യാൻ. അപ്പോൾ ക്രിസ്റ്റൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് കുഴപ്പമെന്ന് ഞാൻ പറയാം. ഈ മൊബൈലിലാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ, ഡെഡ് ഒന്ന്,
ഡെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ് ഡെഡായിട്ട് ഉള്ള കേസുകളിൽ, ചില കേസുകളിൽ ക്രിസ്റ്റൽ മാറ്റിയാൽ ഫോൺ ഓൺ ആകുന്നുണ്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഐസിയിൽ നിന്ന് ഒരു വോൾട്ടേജ് ക്രിസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ക്രിസ്റ്റലിൻ്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുക. അതായത് ചില സമയത്ത് ഓഫാകുക, ഫോൺ ഓഫാകുക, അങ്ങനെയുള്ള കേസുകളും ഈ ക്രിസ്റ്റലിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കേസ് ഈ ഡെഡ് തന്നെ ഉള്ള കേസാണ്. നമ്മൾ ഫോൺ ഷോട്ടിങ്ങൊന്നുമില്ല, നമ്മൾ ഫോൺ ഓൺ ആകുന്നില്ല, നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറും ഫുള്ളാകുന്നുണ്ട്, പക്ഷേ ഫോൺ ഓൺ ആകുന്നില്ല. അങ്ങനെയുള്ള കേസുകളാണ് മൂന്നാമത്തേത്. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ ക്രിസ്റ്റൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ വേറെ പല കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ വേറെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമർ പറയുന്നതായിട്ടില്ല, പുറത്തിറങ്ങിയ ടൗണിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്, കോള് വരും പോകും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്കില്ല. അങ്ങനെയുള്ള കേസുകളിലും ലോ നെറ്റ്വർക്ക്, അങ്ങനെയുള്ള കേസുകളിലും ഈ ക്രിസ്റ്റലിൻ്റെ കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതൊക്കെ സാധാരണ വരുന്ന കംപ്ലൈൻറ്റുകളാണ്. പിന്നെ സാധാരണ ഈ സാധനം ക്രിസ്റ്റൽ സാധാരണ ഇരിക്കുന്നത് ഒന്നുകിൽ PFൻ്റെ അടുത്ത് അല്ലെ പവർ ഐസിയുടെ അടുത്ത്, അങ്ങനെയാണ് ഈ സാധനങ്ങൾ ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് ഈ ഓസിലേറ്റർ ക്രിസ്റ്റലിൻ്റെ കാര്യമാണ്. ഓസിലേറ്റർ ക്രിസ്റ്റലിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, അതാണ് ഫ്രീക്വൻസി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ലയോ, ആ ഫ്രീക്വൻസി അതിന് പൾസ് എന്ന് പറയും. പൾസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓസിലേറ്ററിൻ്റെ ഉപയോഗം. പിന്നെ ഈ RTC ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. നമ്മൾക്ക് ഈ RTC ക്രിസ്റ്റൽ ഫോണ് ഡെഡ് ആകുന്നതിൻ്റെ കേസിൽ RTC ക്രിസ്റ്റൽ എടുത്ത് മാറ്റി വെച്ചാൽ നിങ്ങൾ ഫോൺ ഓണാക്കാൻ നോക്കിയാൽ, അതായത് ഒരു ലെഗിലും പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫോൺ ഓണാകുകയില്ല. അത്രയും ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ RTC. ഈ ക്ലോക്കിൻ്റെ ക്രിസ്റ്റൽ ഇങ്ങനെ ഗോള് ടൈപ്പിലായിരിക്കും, ഇങ്ങനെ വട്ടത്തിലായിരിക്കും, 2 ലെഗ് ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ക്ലോക്കിൻ്റെ ക്രിസ്റ്റൽ ഇരിക്കുന്നത്. ഈ സാധനം ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ആയാലും ഫോണായാലും ഈ സാധനം ഓഫ് ആണെങ്കിലും ഈ ഡേറ്റും ടൈമും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാനായിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇതിൽ കമ്പ്യൂട്ടറിനാണെന്നൊരിൽ 3 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടാകും, റൗണ്ടിലൊരു ബാറ്ററി ഉണ്ടാകും, വലിയ ബാറ്ററിയാണ്. ആ ബാറ്ററിയിൽ CPU ത്രൂ ആണ് ഇതിൻ്റെ സിഗ്നൽ ഫ്രീക്വൻസി വരുന്നത്. അത് സ്റ്റേബിളായിട്ടുള്ള ഒരു ക്ലോക്ക് പൾസ് കറക്റ്റായിട്ട് തന്നുകൊണ്ടിരിക്കും. ഈ സാധനം കമ്പ്യൂട്ടറിൽ കംപ്ലൈൻ്റ് ആയ, ഇതിൻ്റെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയ കാണിക്കുന്ന കംപ്ലൈൻറ്റുകൾ നമ്മൾ ഫയലൊക്കെ സേവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സേവ് ആകുകയില്ല. സിസ്റ്റം നല്ല സ്ലോ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് കാണിച്ചാൽ, പിന്നെ വേറെ കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓപ്പൺ ആകുകയില്ല. അങ്ങനെയൊക്കെ ഉള്ള കംപ്ലൈൻറ്റ് കമ്പ്യൂട്ടറിൽ കാണിക്കാറുണ്ട്. അതായത് ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ സെക്ഷനും പല കംപ്ലൈൻറ്റുകളും ഈ RTCയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് കാണിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ RTCയെ പറ്റി ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ 2 പോളുകൾ ഗ്രൗണ്ടാണെന്ന് നോക്കുക. ബാക്കിയുള്ള കണക്ഷൻ ഒന്നും ബീപ്പടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ഈ സാധനം മാറ്റി നോക്കുക എന്നുള്ളതാണ്. മാറ്റി നോക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്റ്റീലിൻ്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന സാധനം വയ്ക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയതേ, ഈ ക്രിസ്റ്റലുകൾ സാധാരണ ഈ സാധനത്തിൻ്റെ ഇൻപുട്ടെന്ന് പറയുന്നത് 13 MHz ആയിരിക്കും ഇൻപുട്ട് സാധാരണ വരുന്നത്. ചില കേസിൽ 26 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം ഈ 13ൻ്റെ 2 ക്രിസ്റ്റൽ മൗണ്ട് ചെയ്തേക്കുന്നതാണ് എന്ന് ഓർത്തോണം. അങ്ങനെ ആവാനാണ് സാധ്യത.
പിന്നെ ഈ ക്രിസ്റ്റലുകൾ വരുന്നത് 13 മെഗാഹെർട്സിൻ്റെ വരുന്നുണ്ട്, പിന്നെ 26 വരാറുണ്ട്, പിന്നെയും വരാറുണ്ട് 16 വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അളവിലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ മുകളിലത്തെ ക്രിസ്റ്റലിൻ്റെ സെയിം നമ്പർ തന്നെ ഉള്ളത് ഇടണം, അല്ലെ സെയിം ബോഡിയിൽ നിന്ന് പറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ശ്രദ്ധിക്കാനൊന്നുമില്ല, കറക്റ്റായിട്ട് സെയിം നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഞാനിപ്പോൾ കുറച്ച് ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഡെഡാവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുന്ന കംപ്ലൈൻറ്റ്, പിന്നെ സോഫ്റ്റ്വെയർ ചെയ്തേച്ച് കിട്ടുകയില്ലാത്ത കംപ്ലൈൻറ്റ്, പിന്നെയും ഫോൺ ഓണാകാത്ത കംപ്ലൈൻറ്റ്, പിന്നെ ലോ നെറ്റ്വർക്കിൻ്റെ കംപ്ലൈൻറ്റ്, ഇങ്ങനെ പല കംപ്ലൈൻറ്റുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ സിമ്പിളിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ സർവീസ് ഡയഗ്രത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്, ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം ഇത് ഒരു ക്രിസ്റ്റലാണെന്നുള്ളത് ഓർത്തോണം. പിന്നെ വേറൊരു സൈസും കൂടെ ക്രിസ്റ്റൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്ന ഒരു ചതുരക്കട്ട, അതിന് 2 ലെഗേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ 2 തരം ക്രിസ്റ്റലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ ഓസിലേറ്റർ ക്രിസ്റ്റലാണ് ബൂസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. അതാണ് ഈ സാധനം. അതിന് 4 ലെഗുകളുണ്ടാവും, 4ഉം 6 ലെഗുകളൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഈ ക്ലോക്ക് ക്രിസ്റ്റലിന് 2 ലെഗുകളേ ഉള്ളൂ. അതും ഒഴിവാക്കി, അതുപോലെ പൊട്ടിയോ അതിൻ്റെ ലെഗ് പിടിക്കാതെ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിൽ ഡെഡ് കംപ്ലൈൻറ്റ് വരും. ഈ സാധനവും ഡെഡ് ഫോണാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാധനത്തിൻ്റെ റോള് നെറ്റ്വർക്കിൽ ഭയങ്കര റോളുള്ള ഒരു സാധനമാണ്. ഇവനാണ് നമുക്ക് ഇങ്ങോട്ടുള്ള സിഗ്നലുകളെ ബൂസ്റ്റാക്കിയിട്ട് നമുക്ക് തരുന്നതും ഇവിടുന്ന് അങ്ങോട്ടുള്ള സിഗ്നലുകളെ ബൂസ്റ്റാക്കിയിട്ട് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്പോണൻ്റാണ് ഈ ക്രിസ്റ്റലുകൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കണം. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ ഞാനിടുന്ന വീഡിയോകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.